കളരിപ്പയറ്റ് ഏത് പ്രായത്തിലാണ് പഠിക്കാൻ തുടങ്ങിയത്? ഞാൻ കളരി പഠിക്കുന്നത് കോഴിക്കോട്. എൻ്റെ വീട് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള ഭാർഗവ കളരി സംഘം എന്ന് പറഞ്ഞ കളരിയിൽ ഡോക്ടർ എസ്.കെ. രാജേഷ് കുരുക്കളെ ശിഷ്യാണ് ഞാൻ. അപ്പോൾ ഞാനൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോയതാ. ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. അപ്പം ബോഡി അത്യാവശ്യം ഫ്ലെക്സിബിൾ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഗുരുക്കൾ പറഞ്ഞ എന്തുകൊണ്ട് കളരി ട്രൈ ചെയ്തുകൂടാ. ഞാൻ 10th കഴിഞ്ഞ് +1 ഒക്കെ പഠിക്കുന്ന സമയത്താണ്. അപ്പൊ അങ്ങനെ അപ്പൊ തുടങ്ങിയതാ. ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് 10 years ആയി പഠിക്കുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇതിന് ഒരുപാട് സ്ട്രെയിൻ അല്ലേ? ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യണ്ടേ? ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ആദ്യം ഇങ്ങനെ നമ്മളെ ബോഡി മെയ് വഴക്കൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. പിന്നെ ഇങ്ങനെ ആയുധങ്ങളിലോട്ട് എത്തും. ആയുധം? ഓ, എന്റെ ഫേവറേറ്റ്സ്. പിന്നെ ബോക്സിംഗ് ആരെടുത്ത് പഠിച്ചു? ബോക്സിംഗ് നമുക്ക് ഇതുപോലൊരു ജിം ഉണ്ട്, ഫിറ്റ്നസ് ടൈ എന്ന പേര്. അപ്പൊ അവിടെ ഞാൻ ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി പോയതാ. ഇതുപോലെ മാർഷൽ ആർട്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടാണ് ഫിറ്റ്നസ്സിലോട്ട് ഇറങ്ങിയത്, ഫിറ്റ്നസ് കോച്ച് ആയത്. അപ്പൊ ബോക്സിങ്ങിന് പോയി, സ്റ്റേറ്റ് ലെവലിൽ പോയി, മെഡലൊക്കെ കിട്ടി. അതുപോലെ കളരി ഞാൻ നാഷണൽസ് വരെ പോയി. വെരി ഗുഡ്. എന്താണ് ഇത്രയൊക്കെ പഠിച്ചത്? പഠനം എവിടം വരെയായി? ഞാനിപ്പോ MBA ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പഠിച്ചുകൊണ്ടിരിക്കുക. MBA? ഓ, അതുകൊണ്ട്. അപ്പൊ ഇതുണ്ട്. കേരളത്തിലെ ഉണ്ണിയാർച്ച എന്ന് പലരും വിളിച്ചു കേട്ടു. അതെന്താണ് സംഭവം? എങ്ങനെ ഉണ്ടായി? ഞാന് കളരി കുറെ കാലം പഠിക്കുന്നല്ലോ. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആയുധം എന്ന് പറഞ്ഞാൽ ഉറുമിയാണ്. ഉറുമി പയറ്റ് കളിക്കാനാണ്. ഉറുമി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കറക്കി ഇതിരിക്കുന്നില്ല കയ്യില്, അതിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ കഴുത്തൊക്കെ പണ്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഒറിജിനലാണല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു വലിയ കഴുത്തൊക്കെ പോവും. ഓ, നമ്മള് എന്താ പറയാ, സൂക്ഷിക്കണം. ഉപയോഗിക്കുമ്പോൾ പരിചയം ഉണ്ടാവും, ഉറുമി ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം ഒരു ചേട്ടന്റെ കൂടെ കളിച്ചോണ്ടിരുന്നേ. പിന്നെ അത് മാറ്റി 5 പേരെ കൂടെ കളിക്കാൻ തുടങ്ങി, എന്റെ ഗുരുക്കന്മാരെ കൂടെ, അതായത് വലിയ ആൾക്കാരെ കൂടെ. അപ്പൊ ഇങ്ങനെ കണ്ണൂര് ഒരു വലിയ ഇവന്റ് നടക്കും, പൊന്നിയത്തങ്കം എന്ന് പറഞ്ഞാൽ, എല്ലാ വർഷവും ഒരിക്കല്. അപ്പൊ ഇതുപോലെ കളിച്ചോണ്ടിരിക്കുമ്പം ഞാനൊരു ചേട്ടൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുമ്പം ചെറുതായിട്ട് തലയിൽ പരിക്ക് പറ്റി. അപ്പൊ ഇങ്ങനെ ചെറിയ മുറിവാ, പക്ഷെ നമ്മൾ ബോഡി ഹീറ്റ് ആയിരിക്കുമ്പോൾ നല്ലോണം ചോര വരില്ലേ. അപ്പൊ അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പം ആ ചോര കൊണ്ട് ഇങ്ങനെ കളിച്ച അപ്പൊ വീണ പേരാണ് ഉണ്ണിയാർച്ച, കേരളത്തിന്റെ ഉണ്ണിയാർച്ച. അങ്ങനെ പക്ഷെ എന്നാലും കളരി കളിക്കുന്നതുകൊണ്ട് പൊതുവെ കമ്പയർ ചെയ്യും ഉണ്ണിയാർച്ചയായിട്ടാ. അപ്പം അത് കഴിഞ്ഞു. പിന്നെ 5 പേരെ കൂടെ കളിക്കാൻ തുടങ്ങി. ഞാൻ നടുക്ക് നിന്നിട്ട് 5 പേരെ കൂടെ കളിക്കാൻ തുടങ്ങി. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക, അതെ, റിസ്കിയാണ്. പിന്നെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതും ആ ഒരു ഇവന്റിന് ശേഷമാണ്. അഭിരാമിയുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമങ്ങൾ അല്ലെ റൊട്ടീൻ എന്താണ്? രാവിലെ ഒരു 6-6:30 ആകുമ്പോൾ എണീക്കും. പിന്നെ കളരിക്ക് പോകണമെങ്കിൽ കളരിക്ക് പോകും. ഇപ്പം ചിലപ്പം പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നാൽ പിന്നെ കറക്റ്റ് ഒരു 9 ഒക്കെ ആകുമ്പം വെള്ളം നല്ലോണം കുടിക്കും ഞാൻ. പിന്നെ രാവിലെ ഒരു 9 ആകുമ്പോൾ വീട്ടിലെല്ലാരും ഞാൻ അങ്ങനെ ശീലിപ്പിക്കാൻ തുടങ്ങി. അമ്മയും അച്ഛനും അനിയനും. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ കോഴിക്കോട് BMH ഹോസ്പിറ്റലില് PRO ആണ്. അമ്മ ടീച്ചറാണ്. പിന്നെ അനിയനും ഉണ്ട്. അപ്പം വീട്ടിലെല്ലാവരും ഇത് ഞാൻ ശീലിപ്പിച്ചു. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കൊറോണ ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഞാൻ അവരെ ശീലിപ്പിച്ചു. കറക്റ്റ് ഒരു 9 ആകുമ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ആ സമയമാകുമ്പം പിന്നെ ഇടയ്ക്ക് ഫ്രൂട്ട്സ് കഴിക്കും. അതും വീട്ടിലെല്ലാവരും ശീലിപ്പിച്ചു. ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഞാൻ കുടിക്കുകയാണെങ്കിൽ അവരെയും കുടിപ്പിക്കും. മധുരം ഒന്നും ഇടൂല കേട്ടോ, ഒരു വികാരം ഒന്നും ഉണ്ടാവില്ല. അല്ല, ഈ ആപ്പിളിന് ഒറിജിനലായിട്ട് മധുരം ഉണ്ടല്ലോ. ഉണ്ട്, പക്ഷെ അത് പക്ഷെ അത് മിക്സ് ജ്യൂസ് അടിക്കുമ്പോ ഇവരൊക്കെ ഷുഗർ ഇട്ട് കുടിച്ച് ശീലിച്ചിട്ട് ഒന്നിടാതെ കുടിക്കുമ്പോ ഉണ്ടാവില്ല ഒരു ചായ. പക്ഷെ ഇപ്പം ശീലായി. പിന്നെ ഉച്ചയ്ക്ക് കറക്റ്റ് ചോറ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് വീട്ടിലുണ്ടാക്കുന്ന അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം. പിന്നെ അതുപോലെ രാത്രിയും ലൈറ്റ് ആയിട്ട്. നോൺ വെജിറ്റേറിയനാണോ? നോൺ. ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്, മീന് ഭയങ്കര ഇഷ്ടം, ചിക്കനേക്കാളൊക്കെ മീന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ചിക്കൻ, ബീഫ് അതുപോലത്തെ ഒന്നും കഴിക്കില്ല? പോർക്ക് കഴിക്കാറില്ല വീട്ടിലാരും. പക്ഷെ ഇത് കഴിക്കും എപ്പോഴെങ്കിലും. അല്ലാതെ മിക്കവാറും ഉച്ചയ്ക്ക് കഴിക്കുന്ന വെജിറ്റേറിയനാണ്. വെജ് ഫിഷ് ഉണ്ടാവും, പക്ഷെ വെജിറ്റേറിയനും ഇഷ്ടമാണ്. ഫിഷ് എണ്ണയിൽ വറക്കൂലേ? എണ്ണയില് വറക്കും. അല്ല, ഒലിവ് ഓയിലൊക്കെ യൂസ് ചെയ്യും. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, ചോയ മാറുന്നൊക്കെ പറയും. പിന്നെ വൈകുന്നേരം രാത്രി ലൈറ്റ് എന്തെങ്കിലും. അമ്മ ചീത്ത പറയും ഭക്ഷണം കഴിക്കാത്ത, എന്തിനാ ഭക്ഷണം കഴിക്കണ്ടേ, ആരോഗ്യം വിശക്കും. പക്ഷെ എന്നാലും കറക്റ്റായി എപ്പോഴും അത് ശീലമായതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. 7 മണിക്ക് മുമ്പ് കഴിക്കുമോ? ചിലപ്പോ 7 മണിക്ക് മുന്നേ കഴിക്കും. ചപ്പാത്തി, ഒരു 10-15 ചപ്പാത്തിയെങ്കിലും. 2 അപ്പൊ 2 തിന്ന എവിടെ എത്താനാ? ചപ്പാത്തിയുടെ കൂടെ എന്താണ്? ചപ്പാത്തിയുടെ കൂടെ വെജ് കറി, മുട്ടക്കറി. അമ്മ എന്ത് മുട്ട? ഇല്ല, ഒന്നേ കഴിക്കുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞു. കറക്റ്റ് സമയത്ത് 9:30 ആകുമ്പോ എവിടെയാണെങ്കിലും ഉറങ്ങണം. 9:30-10 മണിയൊക്കെ ആകുമ്പോൾ ഷൂട്ട് ഉണ്ടെങ്കിൽ ഷൂട്ടിന് മുകളിൽ ആ സമയം ഉറങ്ങും. ഉറക്കം തൂങ്ങും. ഇപ്പൊ ആ സമയത്ത് ചിലപ്പോ മേക്കപ്പ് ഒക്കെ ടച്ചൊക്കെ ചെയ്യണ്ടേ, അപ്പോഴും ഉറങ്ങും. ആ സമയം ശീലമായി. എവിടെയാണെങ്കിലും ഒരു 10-10:30 ആകുമ്പോഴത്തേക്കും ഉറക്കം വരും.
ഉറക്കം വരും. വരും. പഠിത്തം ഇപ്പൊ MBA ആയി. അപ്പൊ ഇത്രയും നാളായിട്ടും ഒരു സ്നേഹമൊന്നും ആരോടും തോന്നിയില്ലേ? സ്നേഹം അതിന് സമയം കിട്ടില്ല. ഈ കളരിയൊക്കെ അതൊക്കെ ഇവിടെ ഇല്ല. അങ്ങനെ കാര്യമായിട്ട് എപ്പോഴും എനിക്ക് കൂടുതലുള്ള ഫ്രണ്ട്സ് ബോയ്സാ. ഫുൾ ടൈം. പിന്നെ വേറെ ആവശ്യമില്ലല്ലോ. ഫുൾ കളരി ആണെങ്കിൽ ആയിക്കോട്ടെ, ബോക്സിംഗ് ആണെങ്കിൽ ആയിക്കോട്ടെ, അവരെ കൂടെ തന്നെയാ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഭാവി സങ്കല്പമൊന്നുമില്ലേ? ഒരു കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാവത്താനെ കെട്ടിയാ ശരിയാവില്ലല്ലോ. കാരണം ഒരു കളരി അത് എന്തെങ്കിലും എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലേ? അതൊരു മാർഷൽ ആർട്ട് അറിയുന്ന ഒരാളാണെങ്കിൽ അത്രയും നല്ല മാർഷൽ ആർട്സ്. പിന്നെ ആ വീട്ടിലൊക്കെ പറയും എനിക്ക് ഒരു ഫോറിനറൊക്കെ കല്യാണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടാ. സാഹിബിനെ അതെന്താ അങ്ങനെ? എന്തുകൊണ്ടാ അറിയില്ല, ഞാൻ ഇങ്ങനെ വീട്ടിൽ പറയും. അപ്പൊ വീട്ടുകാരും ചോദിക്കും എന്താ അത് അങ്ങനെ. ഞാൻ വെറൈറ്റി വേണ്ടേ? വെറൈറ്റി അല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അവരെ നമ്മളിവിടെ കൊണ്ടുവന്ന് നമ്മളെ കൾച്ചർ പഠിപ്പിക്കുക, കളരിയൊക്കെ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുമല്ലോ. മാർഷൽ ആർട്ട് നമ്മളെ കേരളം എന്ന് പറയുന്നതന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഫോറിനേഴ്സിന് പ്രത്യേകിച്ച്. അപ്പൊ ഇവിടെ കൊണ്ടുവരാ, നമ്മളെ ഭക്ഷണങ്ങൾ ഫുഡ് കഴിപ്പിക്കുക, കളരിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പെറ്റിനെ പോലെ അല്ലേ? നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിനെ പോലെ ഒരു സാഹിബിനെ കല്യാണം കഴിച്ചുകൊണ്ട് മോനെ ഇതാണ് ഇഡ്ഡലി എന്ന് പറയുന്നത് അല്ലെ? അങ്ങനെയൊക്കെ അതാണോ? അല്ല, അങ്ങനെയല്ല. എന്തായാലും അവർക്കും അവരുടെ കൾച്ചർ ഉണ്ടാവില്ല. എനിക്ക് അത് പഠിക്കാനും ഇഷ്ടം. പുറത്തു പോകണം, അവിടെയുള്ള ഫുഡ് കാര്യങ്ങൾ പഠിക്കണം. അപ്പൊ അങ്ങനെ ഒന്ന് സെറ്റ് ആവുകയാണെങ്കിൽ. അപ്പം മനസ്സിലുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, ഒരു ഫോറിനർ, ബ്രിട്ടീഷ് ആയാലും കുഴപ്പമില്ല, US ആയാലും കുഴപ്പമില്ല, UK ആയാലും യൂറോപ്പ് ആയാലും കുഴപ്പമില്ല, ഒരു ഫോറിനർ, അത് കെനിയെന്നായാലും അതും കുഴപ്പമില്ല. അതും കുഴപ്പമില്ല. ഓക്കെ.